എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ അന്നൊരു ഫാമൊക്കെ കാണിച്ചില്ലേ, കപ്പയൊക്കെ. അവരുടെ പശുക്കളാണിത് കേട്ടോ. ഇത് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറുന്നില്ല. ഇതുങ്ങളുടെയൊക്കെ സ്നേഹവും ഇതുങ്ങളോടുള്ള പരിചരണമൊക്കെ അല്ലേ. ഇതെടുക്കാൻ വേണ്ടിയല്ല ഇപ്പോൾ കയറി വന്നത്. ഞാൻ എടുക്കാൻ വന്നത് വിഷയം ഇതുണ്ട്, ഇവിടെ പൂ നിൽക്കുന്നുണ്ടോ? അതെ, പൂ നിൽക്കുന്നുണ്ടോ? ഇത് ഓണത്തിന് ബിസിനസ് ചെയ്യാനായിട്ട് വിൽക്കാനായിട്ട് നട്ടു വളർത്തിയതാണ്. പക്ഷേ അതിനകത്ത് ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഇത് പൂവിടാനായിട്ട് ഒരുപാട് കുറച്ച് താമസിച്ചു പോയി. അതുകൊണ്ട് ഈ ചേട്ടന് ഇത് വിൽപ്പനയ്ക്ക് പറ്റിയിട്ടില്ല. ഇതിൻ്റെ ഓണർക്ക് ഇത് വിൽപ്പനയ്ക്ക് പറ്റിയില്ല. എല്ലാം ക്യാമറയിൽ ഒതുങ്ങുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കഴിവതും നമുക്ക് നോക്കാം. ഇതിൻ്റെ രണ്ട് സൈഡിലും ഇതാണ് പൂ ഉണ്ടോ? ഇതാണ് പൂ. ഇതൊരു കളറ് മഞ്ഞയല്ലേ. ഇനിയിപ്പോൾ ഇതിൻ്റെ വേറൊരു കളറുണ്ട് കേട്ടോ, കാണിച്ചു തരാവേ. ഇത് ഒരു സൈഡ് അങ്ങ് വരെ മഞ്ഞയാണ് കേട്ടോ. ഇത് നല്ല ഭയങ്കര പൂവാണ്. ഇതൊക്കെ ആ സമയം പൂത്തിരുന്നു എങ്കിൽ താഴെ വീണ് തുടങ്ങി പൂവ്. കുറച്ച് ദിവസമായി പൂത്തിട്ട്. ഇത് അന്ന് പൂത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പണിക്കൂലിയും എന്തെങ്കിലുമൊക്കെ വല്ല ലാഭമൊക്കെ കിട്ടിയായിരുന്നതിന്. ഇത് ഓറഞ്ച് കളർ കേട്ടോ. അപ്പുറത്തുണ്ട്, നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ എന്തോ ഒരു ചെറുതായിട്ടൊന്ന് അനങ്ങി, അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ഇത് കാണിക്കാം. ഇത് കണ്ടില്ലേ, ഒക്കെ മറിഞ്ഞു പോയി വെയിറ്റ് കൊണ്ട്. കണ്ടോ? അവിടെ അങ്ങ് വരെ ഉണ്ട് ഒരേ കളറ്, രണ്ട് കളറേ ഉള്ളൂ മൊത്തം. ഇവിടെ കൃഷി വേറെ ഉണ്ട്. കണ്ടോ, വഴുതിനങ്ങയൊക്കെ ഉണ്ട്. വഴുതിനങ്ങയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അത് പച്ച വഴുതിനങ്ങയാണ്. പിന്നെ ഇതുണ്ടല്ല പൂവ്. എനിക്ക് എൻ്റെ സൗന്ദര്യമാണ് ഭയങ്കര. ഇതെല്ലാം ഒടിഞ്ഞു പോയി കേട്ടോ. ഇത് കണ്ടോ, എന്താണ് ഇതിൻ്റെ ഇത് നോക്കി. ഇത് നമ്മുടെ ദേവദാസേട്ടൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമ്മളന്ന് വളമൊക്കെ കപ്പയുടെ കാണിച്ച് വളമൊക്കെ നമ്മൾ കാണിച്ചില്ലേ, അവരുടെ സ്ഥലമാണ് ഈ ഏരിയ കേട്ടോ. നിൽക്കുന്നതൊക്കെ ആയുരാരോഗ്യ ജാക്ക് ഫ്രൂട്ടാണ്. എൻ്റെ വീട്ടിൽ നിൽക്കുന്ന സൈസ് അവിടെ നിൽപ്പുണ്ട്. നമുക്കതല്ലേ ഇപ്പോൾ എനിക്ക് ഇനി പൂ കണ്ടിട്ടേ ഇത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കാണിക്കാതിരിക്കാനായിട്ട് തോന്നുന്നില്ല. അതാണ് ഇതുണ്ടോ, എന്തോ ഇത് നോക്കി, വെയിറ്റ് കൊണ്ട് ഒടിഞ്ഞു പോയി. ഇതെല്ലാം കൊടുക്കുകയാണെങ്കിൽ കിലോ കണക്കിനാണെങ്കിലും നല്ല ന്യായമായിട്ടൊക്കെ ഉള്ളൊരു വില കിട്ടിയായിരുന്നു തന്നെ. ഇത് ഞാനൊരു പാവം യൂട്യൂബ് ചാനലുകാരനാണ്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത്, ഈ കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്തൊന്ന് സബ്ബൊക്കെ ചെയ്ത് ഒരുപാട് സന്തോഷത്തോടെ സ്വീകരിക്കണം.